ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അന്ന് കർത്താവ് സുഖാർ കിണറ്റരിയിൽ കർത്താവ് വന്ന ശമരിയ സ്ത്രീയോട് സംസാരിച്ചു. ഒരു സെക്കൻഡും കർത്താവ് വെറുതെ കളഞ്ഞില്ല. എല്ലാം വിലപ്പെട്ട സമയമായിരുന്നു. നട്ടുച്ച നേരത്ത് വെയിലേറ്റ് വാടി തളർന്ന് കർത്താവും ശിഷ്യന്മാരും ആ കിണറ്റരിയിൽ വന്നു. യോഹന്നാന്റെ ശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. യോഹന്നാൻ 4. അവിടെ കർത്താവ് ഇങ്ങനെ ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുന്ന പോലെ ശിഷ്യന്മാർ ആഹാരം കൊള്ളാനായിട്ട് പട്ടണത്തിൽ പോയിരിക്കുകയാണ്. കർത്താവ് ഏകനായി നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു സ്ത്രീ വെള്ളം കോരുവാൻ വന്നത്. ഈ സ്ത്രീക്കൊരു ചരിത്രമുണ്ട്. ശമരിയ സ്ത്രീ, അവൾ ഒരു കൊള്ളരുതാത്ത ജീവിതം നയിച്ച സ്ത്രീയാണ്. അവൾ അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ ഭർത്താവല്ല എന്ന്. നോക്കൂ, എത്ര മോശമായൊരു ജീവിതം. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞതാണ്. ഒരു ഭർത്താവ് വിവാഹം കഴിഞ്ഞു, വീണ്ടും ആ വിവാഹമോചനം നേടി, വീണ്ടും രണ്ടാമത് വേറൊരു ഭർത്താവ്, വീണ്ടും വിവാഹമോചനം നേടി, മൂന്നാമത്, അങ്ങനെ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. 5 പേരും വിവാഹമോചനം നേടിപ്പോയി. നോക്കൂ, ജീവിതം വഷളായിപ്പോയൊരു സ്ത്രീ. അവൾ ആ സമയത്ത് വെള്ളം കോരാൻ വന്നു. കർത്താവ് ആരെയോ പ്രതീക്ഷിച്ചതുപോലെ നിൽക്കുകയാണ്. വിയർത്തൊലിച്ച് ക്ഷീണിച്ച് വാടി തളർന്നു നിൽക്കുന്ന കർത്താവ് അവളെ കണ്ടപ്പോൾ ചോദിച്ചു, എനിക്ക് കുടിക്കാൻ തരാമോ? പിന്നീട് ഒരു സംഭാഷണമാണ്. ആ സംഭാഷണത്തിൽ അവൾക്ക് അറിഞ്ഞുകൂടാ ആരായി ചോദിക്കുന്നതെന്ന്. അറിയുന്നില്ല. ഇത് പറഞ്ഞാൽ അവളുടെ കണ്ണ് മൂടിക്കെട്ടിയിരിക്കുന്നു. ഒരു യഹൂദ റബ്ബി, യഹൂദ ഗുരു, അതേ അവൾ കാണുന്നുള്ളൂ. നമ്മൾ പലരും യേശുവിനെ കാണുന്നത് ഒരു നല്ല ഉപദേഷ്ടാവ്, നല്ല ഒരു മതസ്ഥാപകൻ, നല്ല തത്വജ്ഞാനി, ഇങ്ങനെ കാണുന്ന ആളുകളുണ്ട്. നേരെ മറിച്ച് യേശുവിനെ കാണേണ്ടതല്ല. എങ്ങനെയാണ് കാണേണ്ടത് യേശുവിനെ? യേശു എൻ്റെ രക്ഷകൻ, യേശു എൻ്റെ വീണ്ടെടുപ്പുകാരൻ, യേശു എൻ്റെ നാഥൻ, യേശു എൻ്റെ യജമാനൻ, മൈ ലോഡ്, എൻ്റെ യജമാനൻ, യേശു എൻ്റെ നാഥൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അങ്ങനെ കാണണം യേശുവിനെ, യേശുക്രിസ്തുവിനെ. നിങ്ങൾ എൻ്റെ യേശു. അവിടെ നമ്മുടെ ഹൃദയത്തിൽ ആർദ്രത വന്നു കഴിഞ്ഞു. എൻ്റെ യേശു. നമ്മുടെ ഉള്ളം തകർന്നു കഴിഞ്ഞു. എൻ്റെ യേശു, എൻ്റെ യേശു. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഹൃദയംഗമമായ അടുപ്പമാണത്. യേശുവിനെ ഒരടുപ്പമായി കിട്ടുക. അടുപ്പം, ആ സ്നേഹത്തിൻ്റെ ആ ഇൻറ്റിമസി നിങ്ങൾ കിട്ടുക. സ്നേഹത്തിൻ്റെ അടുപ്പം നിങ്ങൾ കിട്ടുക. കർത്താവിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്നു, ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രഭാതനമസ്കാരമുണ്ട്, സന്ധ്യാനമസ്കാരമുണ്ട്, അതിന് പുറമേ നിങ്ങൾ തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്. തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കണം, തീർച്ചയായിട്ടും വേണം. അപ്പോൾ എൻ്റെ യേശു, ഞാൻ പ്രാർത്ഥിക്കുന്നത് കേൾക്കാൻ കാതോർത്ത് എൻ്റെ അരികത്ത് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ പറയട്ടെ, ഈ രാവിലെ ഒരല്പസമയം ഞാൻ തനിയായിരിക്കും, അല്പസമയം. അപ്പോൾ ഞാൻ പറയും, കർത്താവേ, ഞാൻ വൈകിപ്പോയോ? നീ വന്നിട്ട് കുറേ നേരം ആയി കാണുമല്ലോ, യേശു ക്രിസ്തു വന്നിട്ട് കുറേ നേരം ആയിപ്പോയല്ലോ എന്ന്. കാരണം കർത്താവ് എന്നെ കാത്തിരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ പതിവുള്ള സമയത്ത് ഞാൻ ചെല്ലാത്തതുകൊണ്ട് കർത്താവ് എന്നെ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുമോ ഈ പറയുന്നതൊക്കെ? ഈ പാവപ്പെട്ട മനുഷ്യൻ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന സമയം, എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ പകരാൻ ഞാൻ ചെല്ലുന്ന സമയം കർത്താവ് കാത്തിരിക്കുന്നു, നോക്കിയിരിക്കുകയാണ്. ഞാൻ പറയും, കർത്താവെ ക്ഷമിക്കണേ, ഞാൻ അല്പം വൈകിപ്പോയി, പതിവുള്ള സമയം തെറ്റിപ്പോയി. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോടുള്ളതായ ഈ സ്നേഹബന്ധം നിങ്ങൾക്ക് വരണം. ക്രിസ്തുവിനോടുള്ളതായ സ്നേഹബന്ധം അത് വിട്ടുപിരിയാൻ പാടില്ലാത്തൊരു സ്നേഹമാണ്. ആർക്കും പറിച്ചു മാറ്റാൻ കഴിയാത്ത സ്നേഹമാണ്. ആ സ്നേഹത്തിലാണ് നാം വളരുന്നത്, ആ സ്നേഹത്തിലാണ് നാം ജീവിക്കുന്നത്. ക്രിസ്തുവുമായിട്ടുള്ള ഒരു അടുപ്പം, ക്രിസ്തുവുമായിട്ടുള്ള ആ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, അത് നമുക്ക് വളർത്താൻ സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടാൻ പോകുന്നില്ല. കൂട്ടായ്മയിൽ വരും, നിങ്ങൾ വചനം കേൾക്കും, പോകും, തീരുമാനങ്ങൾ എടുക്കും, പക്ഷേ തീരുമാനങ്ങൾ മറന്നു പോകും, പിന്നെ ഇങ്ങനെ വരും, പോകും. അങ്ങനെയല്ല, സജീവമായൊരു ക്രിസ്തീയത്വം നാം പുലർത്തണം. സജീവമായ ക്രിസ്തീയത്വം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത് മനസ്സാവില്ലേ? വളരെ വ്യക്തമായിട്ടും യേശുക്രിസ്തു നമ്മുടെ അടുക്കൽ അക്ഷരീയമായി നിൽക്കുന്ന നാം അറിയണം. ക്രിസ്തു നമ്മുടെ ചേർന്ന് നിൽക്കുന്ന അറിയണം. നമ്മുടെ നൊമ്പരങ്ങൾ മാറ്റാൻ യേശു നിൽക്കുന്നുണ്ടെന്ന് അറിയണം. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കാൻ യേശു നിൽക്കുന്ന അറിയണം. നമ്മുടെ വേദനകൾ ആറ്റി അകറ്റാൻ യേശു അടുത്ത് നിൽക്കുന്നുണ്ടെന്ന് അറിയണം.
നമ്മളെ സ്നേഹിക്കുന്ന യേശുവാണോ നിൽക്കുന്നതെന്ന് അറിയണം. യേശു നമ്മളെ സ്നേഹിക്കുന്നവനാണെന്ന് അറിയണം. യേശു നമ്മുടെ ഓരോ ചലനവും നിരീക്ഷിക്കുന്നതാണെന്ന് അറിയണം. കുറ്റം കണ്ടുപിടിക്കാനല്ല, തെറ്റിദ്ധരിക്കരുത്. യേശു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്തിനാണെന്നറിയാം? അയ്യോ എൻ്റെ മോൻ വല്ല തെറ്റിലേക്ക് പോകുമോ, വല്ല പിശാച് വല്ലയിടത്തും വലിച്ചുകൊണ്ട് പോകുമോ? നമ്മെ കാക്കാൻ യേശു ദൂതന്മാരോട് കൽപ്പിച്ച് യേശു അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കേണ്ടതിന് ദൂതന്മാരെ കാവലാക്കി നിർത്തും. കാൽ കല്ലിനോട് തട്ടിപ്പോകാതെ വണ്ണം എപ്പോഴും നോക്കി എൻ്റെ അരികത്തുള്ള യേശു. ആ യേശുവുമായിട്ടുള്ള ബന്ധമാണ് ക്രിസ്തീയ ജീവിതം. യേശുവുമായിട്ടുള്ള സ്നേഹബന്ധമാണ് ക്രിസ്തീയ ജീവിതം. ഇത് മറ്റൊന്നുമല്ല. തത്വങ്ങളൊന്നും പഠിക്കണമെന്നില്ല. നിങ്ങൾ വലിയ പഠനമൊന്നും വേണ്ട. അല്ല ഏതെങ്കിലും വിവിധ ഭാഷകൾ അതും വേണമെന്നില്ല. ആകെ ഇത് യേശു എൻ്റെ സ്വന്തം, യേശു എൻ്റെ സ്വന്തം. അത് നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ യേശു കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധം. അതിന് തടസ്സമായിട്ട് നിങ്ങൾ വന്നാൽ എന്താണ് കർത്താവ് കൂടെ നിന്ന് മാറിപ്പോയെന്ന് തോന്നുന്നത്? ചിന്തിക്കണം. എന്തായിരിക്കും കർത്താവ് എൻ്റെ നിന്ന് മാറിപ്പോയത്? എനിക്ക് കർത്താവിൻ്റെ സാന്നിധ്യം കിട്ടുന്നില്ലല്ലോ. ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ കർത്താവ് വ്യക്തമായിട്ട് കാണിച്ചു തരും. ഇന്ന കാര്യത്തിൽ മോനെ നിനക്ക് തെറ്റുപറ്റി, എൻ്റെ മനോഭാവത്തിന് വിരുദ്ധമായി നീ ഇന്നത് ചെയ്തു പോയി, എൻ്റെ മനോഭാവത്തിന് വിരുദ്ധമായി നീ ഇന്നത് പ്രവർത്തിച്ചു പോയി, ഇന്നത് ഇങ്ങനെ പറഞ്ഞു പോയി. ആ നമ്മുടെ മനോഭാവം കർത്താവ് കാണുന്നു, അത് കാണിച്ചു തരികയാണ്. മനസ്സിലാക്കുന്നു, ചാടി എഴുന്നേൽക്കുന്നു, പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഒരിക്കലും യേശു നമ്മെ വിട്ട് പോവുകയില്ല. നിങ്ങൾ വിശ്വസിക്കുക. ഒരുപക്ഷേ നമുക്ക് തെറ്റ് പറ്റിയാൽ പോലും യേശു നമ്മളെ ഉപേക്ഷിച്ച് പോവില്ല. തെറ്റ് പറ്റി, പക്ഷേ യേശു കരഞ്ഞുകൊണ്ട് പുറത്ത് നിൽക്കുകയാണ്. കരഞ്ഞുകൊണ്ട് നിൽക്കും. പുറത്ത് നിന്ന് കർത്താവ് കരഞ്ഞുകൊണ്ട് നമ്മളെ ഓമൻ പേർ ചൊല്ലി വിളിച്ചുകൊണ്ട് കർത്താവ് പുറത്ത് നിൽക്കും. ദൈവത്തിന് സ്തോത്രം. എന്തൊരു സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം! എന്തൊരു ഹൃദയ ലാവണ്യമാണ് ആ സ്നേഹം! ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പതിഞ്ഞിറങ്ങുന്ന, ചൂഴ്ന്നിറങ്ങുന്ന സ്നേഹത്തിൻ്റെ മാധുര്യം. എൻ്റെ കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങൾ അനുഭവിക്കണമെന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ ഈ ലോകത്തുള്ളതെല്ലാം വിട്ടു പോവില്ലേ ഒരു ദിവസം? ഞാൻ അതിലേക്ക് വരട്ടെ. എല്ലാം വിട്ടു പോവില്ലേ? ഇന്നൊന്ന പോലെ ഒരു ദിവസം നാളെ കടന്നുപോയി. ചിലപ്പോൾ പത്രത്തിൽ വാർത്ത വന്നു വരാം, ചിലപ്പോൾ വന്നില്ലെന്ന് വരാം. പക്ഷേ ഈ ഡെഡ് ബോഡി അത് എത്രയും വേഗം അത് മണ്ണിടിലാക്കാൻ പ്രിയപ്പെട്ടൊരു സാധിക്കും. കാരണം അതിൽ നേരം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അന്വേഷിക്കുന്നത് എപ്പോഴും അടക്കം എന്നാണ് ചോദിക്കുന്നത്. എപ്പോഴും അടക്കം? പക്ഷെ അടക്കിയേ പറ്റൂ, ഓർമ്മ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. തീർന്നു. ഈ ഭൂമിയിലേതെല്ലാം പിന്നെ അങ്ങ് തീരുകയാണ്. പിന്നെ നാം വേറൊരു ലോകത്തേക്ക് അങ്ങ് പോവുകയാണ്. വേറെ അപ്പുറം ലോകത്തേക്ക് പോവുകയാണ്. നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു ലോകത്തേക്ക് പോവുകയാണ്. നമുക്ക് അൺറീച്ചബിളായിട്ട് ഒരിക്കലും കടന്നു ചെല്ലാൻ പറ്റാത്തതായ ഒരു ലോകത്തിലേക്ക് നാം ചെല്ലുകയാണ്. അവിടെ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ ലോകത്തേക്ക് ചെല്ലാൻ അവിടെ പരിചയമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഒരു ദൈവവൈതൽ, യേശുവുമായി സ്നേഹബന്ധം പുലർത്തുന്ന ഒരു ദൈവവൈതലിന് അക്കരെ ചെല്ലുമ്പോൾ പരിചയമില്ലാതെയല്ല ചെല്ലുന്നത്. മാലാഖമാർക്ക് നിങ്ങൾ പരിചയമായിരിക്കും. നിങ്ങൾക്ക് മാലാഖമാരെ പരിചയമായിരിക്കും. വിശുദ്ധന്മാർക്ക് നിങ്ങൾ പരിചയമായിരിക്കും. നിങ്ങൾക്ക് വിശുദ്ധന്മാരെ പരിചയമായിരിക്കും. പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്കല്ല പോകുന്നത്. വളരെ പരിചിതമായൊരു രംഗത്തേക്ക് നിങ്ങൾ ചെല്ലും. യേശുക്രിസ്തു നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനോട് കൂടെയുള്ള എല്ലാവരെയും നിങ്ങൾക്ക് പരിചയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ ഈ ഭൂമിയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തവർ, അവർ വിശുദ്ധന്മാരായ ആളുകൾ, ഒരുപക്ഷെ നമ്മുടെ സഭയിലല്ലാത്തവർ, അവിടെ ഇന്ന സഭയെന്ന് പറയില്ല, നാം നിൽക്കുന്ന സഭയിലല്ലാത്തവർ, അവിടെ വിശുദ്ധന്മാർ കാണും. ഏത് സഭയെന്നുള്ള യാതൊരു പ്രസക്തിയുമില്ല. വിശുദ്ധന്മാർ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ ആത്മാവിൻ്റെ ജീവൻ പ്രാപിച്ചവർ, അങ്ങനെയുള്ള വിശുദ്ധന്മാർ എല്ലാ സഭയിലും കാണും. അവരെല്ലാവരും സഭാഭേദം കൂടാതെ ഒരുമിച്ച് കൂടുന്നു. പരസ്പരം സ്നേഹം, പരസ്പരം ഐക്യം, പരസ്പരം ഒരു മനസ്സ്. എന്തൊരു മഹനീയമായ ഒരു സമ്മേളനമാണത്. ദൈവത്തിന് സ്തോത്രം. മഹത്വപൂർണ്ണമായൊരു സമ്മേളനം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആ സമ്മേളനത്തിന് വേണ്ടി നാം ഒരുങ്ങണമെന്നായി പറഞ്ഞത്. അങ്ങനെ ഒരു സമ്മേളനം വരാൻ പോകുന്നുണ്ട്. ഒരു വലിയ അനുഗ്രഹീതമായ ഒരു വലിയ സദസ്സ്, വിശുദ്ധന്മാർ ചേർന്ന് നിൽക്കുന്നൊരു സദസ്സ്. അതിൻ്റെ ഇങ്ങേറ്റത്തെ മൂലയ്ക്ക് ഞാനുമുണ്ട്. സ്തോത്രം. ആ വിശുദ്ധന്മാരുടെ സമൂഹത്തിൻ്റെ ആ മധ്യത്തിലല്ല, മുൻപിലുമല്ല, ഏറ്റവും പിറയിൽ. കർത്താവേ, ഞാൻ പ്രയോജനമില്ലാത്ത ദാസനെന്ന് സംബന്ധിച്ച് ജീവിതം കർത്താവിനെ സമർപ്പിച്ചിട്ടുള്ളവർ അവിടെ നിൽക്കുന്നു, ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലാണ്. ഒരു ദിവസം അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ഇവിടെ ഭൂമിയിൽ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ ആ വിശുദ്ധന്മാരുടെ സമ്മേളനത്തിലേക്ക് ഞാൻ ചെന്നു ചേരും. പിന്നെ കർത്താവിൻ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാരോടൊത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. മധ്യാകാശത്തിലുള്ളതായ മഹാസമ്മേളനത്തിൽ കർത്താവ് തൻ്റെ സ്വർഗീയ കൂടാരം വിട്ട് ഈ വെളിമ്പ്രദേശത്തേക്ക് വരികയും
നാം നമ്മുടെ സ്വന്തം വീട് വിട്ട് ഈ ഭൂമി വിട്ട് നാം മധ്യാകാശത്തേക്ക് ഉയരുകയും ചെയ്ത് മധ്യാകാശത്ത് വെച്ച് സന്ധിക്കുന്നു. കർത്താവിൻ രണ്ടാമത്തെ വരയിൽ വിശുദ്ധന്മാർ, മരിച്ചുപോയ വിശുദ്ധന്മാർ, വാങ്ങിപ്പോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നു, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുന്നു. അങ്ങനെ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുന്നു. അപ്പോഴുണ്ട് സ്വർഗത്തിൽ നിന്ന് കാഹളനാദം, കർത്താവിൻ്റെ ഗംഭീരനാദം, പ്രധാനത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടുന്ന് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ദൂതന്മാരോടുകൂടി അവിടെ മധ്യാകാശത്തേക്ക് വരും. സ്വന്തം കൂടാരത്തിൽ നിന്ന് വെളിമ്പ്രദേശത്തേക്ക് ഇറങ്ങി റിബേക്ക വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടുവന്ന ഇസാക്കിനെ പോലെ യേശുക്രിസ്തു വന്ന് മധ്യാകാശത്തിൽ വന്ന് തൻ്റെ മണവാട്ടിയെ കാത്തു നിൽക്കുന്നു. സ്തോത്രം. മണവാട്ടി സഭ ഇവിടെ ഈ ഭൂമിയിൽ നിന്ന് ഉയർന്ന് വാനഗോളങ്ങൾക്കപ്പുറം ആ മധ്യാകാശത്തിൽ യേശുക്രിസ്തുവുമായി സമ്മേളിക്കുന്നു. യേശുക്രിസ്തു ഒരുമിച്ച് മണവാളിനും മണവാട്ടിയും കൂടി സ്വർഗീയ ഭവനത്തിലേക്ക് പോകുന്നു. സ്തോത്രം. ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. പ്രത്യാശയോടെ ഇരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു പ്രത്യാശ നിങ്ങൾക്ക് വേണം. എന്ന് ഞാൻ കടന്നുപോയാലും യേശുവിൻ്റെ ഗംഭീരനാദവും പ്രധാനത്തിൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ കാഹളവും ഞാൻ കേൾക്കും. അപ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എൻ്റെ ഈ കല്ലറ, ഞാൻ മരിച്ചു കിടക്കുന്ന ഈ ശവക്കുഴി, ആ ശവക്കുഴി തുറക്കും. കല്ലറകൾ തുറക്കും. വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. ഞാനും പറക്കും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും പരിചയപ്പെട്ടില്ലാത്ത വിശുദ്ധന്മാരവിടെ കാണും. അവരിപ്പോൾ പരിചിതരായി തീരും. ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ലാത്ത വിശുദ്ധന്മാരവിടെ കാണും. ഇപ്പോൾ പരിചയമാകുന്നു, പരസ്പരം അറിയുന്ന ആത്മാവിലാണ് അറിയുന്നത്. ആത്മാവിൽ, ശാരീരികമായി അറിയുമെന്നല്ല, ആത്മാവിൽ അറിയും. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ വെച്ച് അതിൻ്റെ ഒരു ഫോർ ടേസ്റ്റ്, അതിൻ്റെ ഒരു മുൻകൂട്ടിയുള്ള രുചിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഫോർ ടേസ്റ്റ് ഓഫ് ഹെവൻ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ബിസ്ലേഷിങ്ക്. സ്വർഗത്തിൻ്റെ ഒരു ഫോർ ടേസ്റ്റ്, മുൻകൂട്ടിയുള്ള രുചി. വായിക്കേണ്ട പുസ്തകമാണ്. ഒരു മുൻകൂട്ടിയുള്ള രുചി നമുക്ക് കിട്ടണം. ഈ ഭൂമി ഇരിക്കുമ്പോൾ കിട്ടുമത്. എൻ്റെ കർത്താവേ, ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോൾ ആ ഫോർ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നെങ്കിൽ നാം ഭാഗ്യശാലികളാണ്. സ്വർഗീയ സദസ്സിലേക്ക് എത്തിച്ചേരുന്നതായ മഹാസമ്മേളനത്തിൽ പങ്കാളികളായിത്തീരുന്ന മഹാഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവൾ ചോദിച്ചു, കർത്താവ് എനിക്ക് കുടിപ്പം തരുമോ എന്ന് ചോദിച്ചു. നമുക്ക് ഭാഗം ഒന്ന് വായിച്ച് കേൾക്കാം. വായിച്ചേ 4-1 വാക്യം മുതൽ. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നുവെന്ന് പരീശന്മാർ കേട്ടുവെന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലാതാനും അവൻ യഹൂദ്യ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെയിരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയാക്കാരത്തിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമരിയാക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. ഈ വെള്ളം ചോദിക്കുന്ന ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിച്ചേനെ, അവൻ നിത്യജീവൻ്റെ ജലം നിനക്ക് തന്നേനെ, ജീവനുള്ള വെള്ളം നിനക്ക് തരുമായിരുന്നു. സ്ത്രീ അവനോട്, യജമാനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണറ് ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവായി യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അവനും അവൻ്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നുവെന്ന് പറഞ്ഞു. അവൾ കാര്യം 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള ഭർത്താവല്ല അങ്ങനെ വേണ്ടാത്ത ചെയ്യുന്ന നയിച്ചുകളാണെങ്കിലും പിതാക്കന്മാരെക്കുറിച്ച് ബഹുമാനമാണ്. പിതാവായ യാക്കോബിനെക്കുറിച്ച് ഇന്നങ്ങനെയാണല്ലോ. പാപത്തിൽ ജീവിക്കുന്നതാണെങ്കിലും ഗൗരി സഹത, പത്രോസ്വസ്യന്മാർ, കന്യമറിയാം, പിന്നെ സ്തേഫാനോസ് സഹത, ഇങ്ങനെയുള്ളവരൊക്കെ നല്ല പരിചയമാണ്. അവരുടെ പെരുന്നാളാഘോഷിക്കും. പോത്ത് വെട്ടിയാൽ 1, 2, 3 പോരാ, പള്ളികളിൽ പോത്ത് വെട്ട് ഗംഭീരമല്ലേ. എത്ര ദയനീയമാണെന്ത ചിത്രം. എന്താണ് ഈ പെരുന്നാളുകൾ നടക്കുന്നത്? എന്താണ്? ഒരു 20 കോഴിക്കുഞ്ഞുങ്ങളുണ്ടായി നേരുക. ഇതിൽ ഒരു കോഴിക്കുഞ്ഞിനെ പള്ളിക്ക് കൊടുക്കുക. എന്തിനാ? ബാക്കി 19 കർത്താവ് നോക്കി തരണം. കർത്താവിൻ്റെ ജോലി കോഴി നോക്കി തരിക എന്നുള്ളതാണ്.
നോക്കൂ, എത്ര ദയനീയമായ ചിത്രമാണെന്ന് ഇന്ന് സമുദായത്തിൽ വന്നിരിക്കുന്ന. നമ്മുടെ സമുദായത്തിൽ, നമ്മൾ നിൽക്കുന്ന ഏത് സമുദായത്തിലാണെങ്കിലും ഏത് സഭയിലാണെങ്കിലും എല്ലായിടത്തും ഉണ്ട് ചില ഇതുപോലുള്ള ചില അന്ധവിശ്വാസങ്ങൾ, അബദ്ധാചാരങ്ങൾ. ജീവനുള്ള ദൈവത്തെ പരിചയമില്ല, ജീവനുള്ള ദൈവത്തെക്കുറിച്ച് അറിവില്ല. കുറേ ചടങ്ങുകൾ ആചരിക്കുന്നു, റാസ, ഗംഭീര റാസ. എന്താണ് റാസ എന്ന് ആരറിയാം? അറിയുന്നുണ്ടോ? ആരും അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല. പോകുമ്പോൾ അച്ഛനും ശുശ്രൂഷക്കാരും കൂടെ പാട്ട് പാടും. യജമാനന്മാർ നേരത്തെ ഉണർവുള്ളവരായി തൻ്റെ ദാസന്മാരായി വേലയിൽ നിൽക്കുന്നൊരു ഭാഗ്യവാന്മാരെന്നൊക്കെ പാടും. എന്താ പാടുന്നത് ആർക്കറിയാം? അപ്പോൾ അന്നേരമായിരിക്കും അവിടെ ഈ കൊടി പിടിച്ചുകൊണ്ട് മുമ്പേ പോകുന്ന, കുരിശും പിടിച്ചുകൊണ്ട് മുമ്പേ പോകുന്നവർ, ഇപ്പുറത്ത് സ്ത്രീകളും ഇപ്പുറത്ത് ആണുങ്ങളും, അവർ പരസ്പരം ഒരു പക്ഷേ വേണ്ടാത്ത രീതിയിൽ സംസാരിക്കുകയോ ദ്വയാർത്ഥമായി സംസാരിക്കുകയോ ഒക്കെ ചെയ്ത് അങ്ങനെ പോകുന്നു. എത്ര ദയനീയമാണിന്ന്! ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ കാണാതിരിക്കരുത്, നിങ്ങൾ ചിന്തിക്കാതിരിക്കരുത്. ഇന്ന് സമൂഹം ഇന്ന് ഏറ്റവും അധപ്പതിച്ച് പോയിരിക്കുന്നു. പെരുന്നാൾ കഴിക്കണം ഞാൻ പറയില്ല. നിങ്ങളുടെ ദൈവവചനം പ്രസംഗിച്ച് നിങ്ങൾ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്തവരുടെ വിശ്വാസം അനുകരിപ്പീൻ. അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ദൈവവചനം പ്രസംഗിച്ച് നിങ്ങൾ നടത്തിയവരെ ഓർത്തുകൊള്ളി. പത്രോസ്ലിഹായെ ഓർക്കണം, പൗലോസ്ലിഹായെ ഓർക്കണം, യാക്കോബുസ്ലിഹായെ ഓർക്കണം. നമുക്ക് ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർക്കണം, കന്യാമാതാവിനെ ഓർക്കണം. ഒരു സംശയമില്ല, അനുസ്മരണമാണ്. പക്ഷേ ഒരിക്കലും ആരാധനയല്ല, ആരാധനയാകരുത്. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങൾ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. അവരുടെ വിശ്വാസം അനുകരിക്കണം. പെരുന്നാൾ ആഘോഷിച്ചു, വിശ്വാസം അനുകരിക്കുന്നുണ്ടോ? പെരുന്നാൾ ആഘോഷിക്കുന്നു. അന്ന് പെരുന്നാൾ ദിവസം പള്ളിയിൽ കൂത്തും മേളവും നാടകവും കഥാപ്രസംഗവും. പിന്നെ കഥാപ്രസംഗം പറയാൻ അതിന് അഭിഷിക്തന്മാർ കൂടെ ഉണ്ടെങ്കിൽ വളരെ നന്നായി, ഏറ്റവും നല്ല അനുഗ്രഹമായിരിക്കും. നോക്കൂ, ഇതുപോലുള്ള അധപ്പതനത്തിലേക്ക് സഭ നീങ്ങുന്നു. അവിടെയാണ് നാം അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് എല്ലാവർക്കും ശത്രുത്വം. വേറൊന്നുമില്ല. ഈ പല ഉന്നതന്മാർക്കും നമ്മളെ ഇഷ്ടമില്ലാത്തതിന് കാരണം, നമ്മളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്ന കാരണം, നമ്മുടെ ചിന്താഗതി ഇന്നത്തെ ഈ മലീമസമായ ചിന്താഗതിയിൽ നിന്ന് വ്യത്യസ്തമാണ്. സജീവമായ അനുഭവം കിട്ടുന്നു. അതാണ് പറയുന്നത്. എന്താ പറയുന്നത്? പിതാവിൻ്റെ കാര്യം അവൾ പറയുന്നത്, യാക്കോബ് പിതാവിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് പിതാക്കന്മാരെക്കുറിച്ച് വലിയ വിശ്വാസമാണ്. പിതാക്കന്മാരുടെ പാരമ്പര്യം, പിതാക്കന്മാരുടെ വിശ്വാസം. വിശ്വാസത്തിനായിട്ടല്ല യാക്കോബിനെ കുറിച്ച് അവൾക്ക് എന്തറിയാം? അറിഞ്ഞിട്ടല്ല, അവളങ്ങനെ പറഞ്ഞു പോകുന്നു. പിന്നെ അടുത്ത വാക്യം, യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ജീവജലം കൊടുക്കാം, നിത്യജീവനിലേക്ക് പൊങ്ങി വരും, നീരുറവായി തീരും. അവൾക്കൊന്നും മനസ്സിലായില്ല. എന്താ ഈ പറയുന്നത്? എന്ത് വെള്ളത്തിൻ്റെ കാര്യം കർത്താവ് പറയുന്നത്? അടുത്ത വാക്യം, സ്ത്രീ അവനോട്, യജമാനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണമെന്ന് പറഞ്ഞു. അവൾ ഈ ഭൗതികമായ കാര്യമല്ലേ അത് മനസ്സിലാവുകയുള്ളൂ. അവൾക്ക് ഈ വെള്ളം എന്താണ്, ജീവനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. നിത്യജീവൻ എന്ന് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. അത് നമുക്ക് ചിന്താ വിഷയമല്ല. ഒരു പശ്ചാത്തലവുമില്ലാത്ത, ആത്മീയമായ പശ്ചാത്തലമില്ലാത്ത ആ സ്ത്രീ ചില പാരമ്പര്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് യാക്കോബ് പിതാവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളതല്ലാതെ ആത്മീയമായ ഒരു വീക്ഷണഗതി അവൾക്കില്ല, ഒരു കാഴ്ചപ്പാടില്ല. അതുകൊണ്ടാണ് അവൾ പറയുന്നത്, ഞാൻ ഇവിടെ വരെയും വരാതിരിക്കാൻ ആ വെള്ളം എനിക്ക് കുറച്ച് തരാമോ എന്നവൾ ചോദിക്കുന്നു. പിന്നെ യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. യേശു അവൾ പറഞ്ഞു, തരാമല്ലോ, നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. അപ്പോൾ അവൾ, എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന് അവൾ പറഞ്ഞു, ശരിയാ, എനിക്ക് ഭർത്താവില്ല. ശരിയല്ലേ? എന്താ കാരണം? എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. ശരിയാണ്, ഭർത്താവില്ലെന്ന് പറഞ്ഞാൽ ശരിയായി. ഇപ്പോൾ ഭർത്താവില്ല. ഇപ്പോൾ കൂടെ ഒരുത്തനുണ്ട്, അത് ഭർത്താവല്ല. എത്രയോ പേരായിട്ടാണ് ഇതിൻ്റെ ജീവിതം. അതുകൊണ്ട് 5 ഭർത്താക്കന്മാർ വിവാഹം കഴിച്ച് തന്നെ കൂടെ ഉണ്ടായിരുന്നു, അതൊക്കെ വിവാഹമോചനം നേടിപ്പോയി. ഇപ്പോൾ ഉള്ളവൻ നിൻ്റെ ഭർത്താവല്ല. നോക്കൂ, ജീവിതത്തിൻ്റെ രഹസ്യവശത്തിലേക്ക് കർത്താവ് വിരൽ ചൂണ്ടുകയാണ്. ജീവിതത്തിൽ ആരും അറിയാത്ത അവസ്ഥയിൽ കർത്താവ് വിരൽ ചൂണ്ടുകയാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ വരുമ്പോൾ ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെട്ട് വരും. പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ വരുമ്പോൾ നമ്മൾ എന്തെല്ലാം നാം മറ്റുള്ളവർ അറിയണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടോ, എല്ലാം പരിശുദ്ധാത്മാവ് തുറന്നു തരും. പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ വരുമ്പോൾ നാം ഇന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല. കുറച്ചുകൂടി നിങ്ങൾ ഈ തിരുവചന ഭാഗം വായിച്ച് ചിന്തിച്ച് നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ തന്നെ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ദൈവമേ, എല്ലാം അറിയുന്ന ക്രിസ്തുവിന് മുമ്പിലാണല്ലോ ഞാൻ വന്നത്.
എനിക്ക് കുടിപ്പാൻ തരുമോ എന്നൊരു പുസ്തകം നോക്കുന്നുണ്ട്. എനിക്ക് കുടിപ്പാൻ തരുമോ? ആ പുസ്തകം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. എനിക്ക് കുടിപ്പാൻ തരുമോ? വിശദമായ വർണ്ണനകളുണ്ട്, അതിൻ്റെ വിശദീകരണങ്ങളെല്ലാം ഉണ്ട്. 5 ഭർത്താക്കന്മാർക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളത് നിൻ്റെ ഭർത്താവല്ല. അവളുടെ ജീവിതത്തിൻ്റെ രഹസ്യം കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. ഒരാത്മാവിനെ വീണ്ടെടുക്കുന്നത് അങ്ങനെയാണ്. ഹൃദയ രഹസ്യങ്ങൾ വെളുപ്പുന്ന ക്രിസ്തുവിന് മുമ്പിൽ വരുമ്പോഴാണ് എല്ലാം മറന്നീക്ക് പുറത്ത് വരുന്നത്. എല്ലാം മറന്നീക്ക് പുറത്ത് വരും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളോട് പറയട്ടെ, ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നതിന് മുമ്പിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എല്ലാം കാണുന്നു. നിങ്ങൾ എത്ര മറച്ചു വെച്ചാലും ക്രിസ്തു അതറിയും. എത്ര മറച്ചു വെച്ചാലും നിങ്ങൾ ഹൃദയത്തിൻ്റെ നിഗൂഢ ഭാവങ്ങളെല്ലാം കർത്താവ് മനസ്സിലാക്കുന്നു. എല്ലാം എവിടെയെല്ലാം നിങ്ങൾ ഒളിച്ചു വെച്ചാലും കർത്താവ് എല്ലാം അറിയുന്നു, എല്ലാം കാണുന്നു. ഭയപ്പെടുത്തുന്നത് തന്നെ, എന്നെ ഭയപ്പെടുന്ന ഒരു വിഷയം അതാണ്. കർത്താവിനൊരു കാര്യം മറഞ്ഞിരിക്കുന്നില്ല. എൻ്റെ ചിന്തകൾ കർത്താവ് കാണുന്നു, എൻ്റെ മനോഭാവങ്ങൾ കർത്താവ് കാണുന്നു, എൻ്റെ മനോഗതികൾ കർത്താവ് കാണുന്നു, എൻ്റെ മനോരാജ്യങ്ങൾ കർത്താവ് കാണുന്നു, എൻ്റെ ഭാവനകൾ കർത്താവ് കാണുന്നു, എൻ്റെ ഊഹങ്ങൾ കർത്താവ് കാണുന്നു, എൻ്റെ തോന്നലുകൾ കർത്താവ് കാണുന്നു. എല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നെ ഭയപ്പെടുത്തുന്നു, എല്ലാം കർത്താവ് കാണുന്നു. അത് അപ്പോഴപ്പോൾ റെക്കോർഡാണ് താനും, അപ്പോഴപ്പോൾ ഓർമ്മയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വരുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ എന്ത് പറയും? എനിക്ക് നിൽക്കുകയില്ലല്ലോ, എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ സങ്കടപ്പെടുമ്പോഴാണ് കർത്താവ് തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി അവിടെ നിന്ന് ഒഴിക്കുന്നത്. ആ തിരുരക്തം ഒന്ന് വീഴുന്നു, ആ എഴുതി വെച്ചതെല്ലാം മാഞ്ഞു പോകുന്നു. നിത്യതയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ പേരിൽ എഴുതപ്പെട്ട പാവങ്ങളെല്ലാം മാഞ്ഞു കിട്ടിയിട്ട് വേണം നിങ്ങൾ പോകാൻ. മരണം നേരത്തെ നിങ്ങൾ ഓർത്തുകൊള്ളണം, അതിന് മുൻപ് തന്നെ നിങ്ങളുടെ പാവങ്ങളെല്ലാം മാഞ്ഞു കിട്ടണം, എല്ലാം. അതിനാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ പാവങ്ങളെല്ലാം കഴുകാൻ യേശു ക്രിസ്തുവിന് മനസ്സാണ്. എല്ലാം കഴുകിത്തരും, എന്തെല്ലാം ഉണ്ടെങ്കിലും. ഇന്ന് കഴുകി കിട്ടിയില്ലെങ്കിൽ നാം മരണം വഴിയായിട്ട് അക്കരെ കിടന്ന് ന്യായവിസ്താര ദിവസം അവിടെ ചെല്ലുമ്പോൾ, ന്യായാധിപതിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ, സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ എല്ലാം വായിച്ച് കേൾപ്പിക്കും. എല്ലാം അത് എൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ എല്ലാം വെളിപ്പെട്ട് വരും. എല്ലാം ഉറക്കെ വായിച്ച് കേൾപ്പിക്കും, എല്ലാവരും കേൾക്കും. ആ ബാലവൃദ്ധം, ബാലൻ മുതൽ വൃദ്ധം വരെ എല്ലാവരും കേൾക്കും. അന്ന് ഈ സ്മരണയുടെ പുസ്തകത്തിൽ, ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്ന് എല്ലാം മാഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഞാൻ ന്യായവിധിക്ക് യോഗ്യനായിത്തീരും, ഞാൻ ശിക്ഷാവിധിക്ക് അർഹനായിത്തീരും, നരകത്തിലേക്ക് തള്ളപ്പെടും. ഈ ഒരു പേടി എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു ഭയം എനിക്കുണ്ട്. എൻ്റെ മനോഭാവത്തിൽ കളങ്കം വന്നാൽ കർത്താവ് ദുഃഖിക്കും, എനിക്കറിയാം. അതെനിക്ക് നഷ്ടമായിത്തീരും. ഇന്ന് ഈ ഭൂമിയിൽ വെച്ച് എല്ലാം മാഞ്ഞു കിട്ടണം, എല്ലാം മാഞ്ഞു കിട്ടണം. നിങ്ങളുടെ പാപങ്ങളെല്ലാം മാഞ്ഞു കിട്ടാൻ ആഗ്രഹമുണ്ടോ? മറ്റാരും അറിയാത്തതായ ചില പാപങ്ങൾ, മറ്റാരും അറിയാത്ത ചില രഹസ്യങ്ങൾ എല്ലാം മാഞ്ഞു കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എല്ലാം മാഞ്ഞ് ഒരു പുതിയ ജീവിതം കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒരു പുത്തൻ ജീവിതം തുടങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എല്ലാം എന്തെല്ലാം വിട്ടിത്തങ്ങൾ വന്നു, എന്തെല്ലാം മണ്ടത്തരങ്ങൾ പറ്റിപ്പോയി, ഏതെങ്കിലും അശുദ്ധി വീണുപോയി. എന്തെല്ലാമാണ് എൻ്റെ ഹൃദയം എന്താണ്? ഇന്ന് സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ സ്വന്തം ഹൃദയം മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് തന്നെയുള്ള നിങ്ങളുടെ മനോഭാവം നിങ്ങൾക്ക് പോലും വേണ്ടതുപോലെ മനസ്സിലാകാത്തത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങൾ ചിലതെല്ലാം മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതൊരു വലിയ സത്യമാണത്. എന്നാൽ എല്ലാം മുഴുവൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന സ്വർഗ്ഗത്തിലെ ദൈവം എല്ലാം രേഖപ്പെടുത്തി വയ്ക്കും. ഇന്നത്തെ തന്ത്രങ്ങളും കൗശലങ്ങളും സൂത്രങ്ങളും ഉപായങ്ങളും എല്ലാം വെളിപ്പെട്ട് വരും. എല്ലാം മനുഷ്യരെ കാണിക്കാനുള്ള സൂത്രങ്ങളൊക്കെ ഉണ്ട്, മനുഷ്യന് മുമ്പിൽ വിളങ്ങാനുള്ളതായ തന്ത്രങ്ങളൊക്കെ ഉണ്ട്, മനുഷ്യന് മുമ്പിൽ ശോഭിക്കാനുള്ളതായ എല്ലാ വിദ്യകളുമുണ്ട്, ഉപായങ്ങളെല്ലാം ഉണ്ട്, കാപട്യങ്ങളുണ്ട്. ഭയാനകമാണ് മനുഷ്യഹൃദയം. എന്നാൽ ഇതെല്ലാം തുറന്നു വരുന്നൊരു ദിവസമുണ്ട്. അന്ന് എല്ലാവരും നോക്കി നിൽക്കെ ഓരോരുത്തരെയും പേര് വിളിച്ച് അവരുടെ പുസ്തകം തുറന്ന് ആ പുസ്തകത്തിലുള്ളതെല്ലാം വായിച്ച് കേൾപ്പിക്കും. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിലേക്ക് തള്ളിയിടും. എൻ്റെ സഹോദരങ്ങളെ, ഈ മഹത്തായ ആശയം നിങ്ങളുടെ ഹൃദയത്തിലിരിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഒരു പുതിയ സമർപ്പണത്തിലേക്ക് വരിക. പുതിയൊരു സമർപ്പണം. കർത്താവേ, കഴിഞ്ഞ കാല ജീവിതത്തിൽ ഒന്ന് പോയതെല്ലാം നീ അറിയുന്നു. എൻ്റെ അമ്മ അറിഞ്ഞില്ല, എൻ്റെ അപ്പൻ അറിഞ്ഞില്ല, എൻ്റെ ഭാര്യ അറിഞ്ഞില്ല, എൻ്റെ ഭർത്താവ് അറിഞ്ഞില്ല, എൻ്റെ മക്കൾ അറിഞ്ഞില്ല, എൻ്റെ അധ്യാപകർ അറിഞ്ഞില്ല, എൻ്റെ വിദ്യാർത്ഥികൾ അറിഞ്ഞില്ല. കർത്താവേ, എല്ലാം ആയിരിക്കുന്നത് പോലെ തന്നെ അറിയുന്ന യേശുവേ, നിൻ്റെ പാദപീഠത്തിലേക്ക് ഞാനിതാ വരികയാണ്. എൻ്റെ കഴിഞ്ഞ കാല ജീവിതം ഞാൻ തുറക്കുകയാണ്. ദൈവമേ, നിന്നുടെ ഈ വാക്ക് പറയുകയാണ്. ഇനിമേൽ ഞാൻ പുതിയ മനുഷ്യനായിരിക്കും. ഇതുവരെ ജീവിച്ചതുപോലല്ല, വന്നതെല്ലാം നാഥാ നീ കഴുകി തരണമേ.
നിൻ്റെ തിരുവിലാവിലെ തിരുമുറിവിൽ നിന്നൊഴുകിയതായ ആ തിരുരക്തത്താലെല്ലാം കഴിവെടിപ്പാക്കി തരണമേ. എന്നെ നീ ശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുമോ? യേശുവിനോട് നിങ്ങൾ ഇപ്പോൾ വാക്ക് പറയുമോ? കർത്താവേ, ഇന്ന് മുതൽ ഞാൻ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കും, ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കും. നിങ്ങൾ തീരുമാനിക്കാൻ പറ്റുമോ? കേൾക്കൂ. അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ പാപങ്ങളെല്ലാം ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. അവിടെ തിരക്തം മാത്രം കാണും, ബാക്കിയെല്ലാം മാഞ്ഞു പോയിരിക്കും. ആ തിരക്തം കാണുമ്പോൾ ജീവനുള്ള പിതാവിൻ്റെ സ്നേഹം ജ്വലിക്കും. അവിടെ നമ്മെ സ്വർഗീയ സിംഹാസനത്തിലേക്ക് അണയ്ക്കും, അവിടെ നമ്മെ ചേർത്ത് കൊള്ളും. ഇതിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശുവിനായി ഹൃദയം തുറക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറയൂ, കർത്താവേ, ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കും. അങ്ങനെ നിങ്ങൾ തീരുമാനമെടുക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയുടെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പാവങ്ങൾ കഴുകുകയും എല്ലാ തിന്മകളും മാറ്റുകയും ചെയ്യുന്ന സ്വർഗീയ സ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപമൊക്കെ ശുദ്ധീകരിക്കുന്നതെന്ന് ഞങ്ങൾ കേട്ട വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥ, തിരുരക്തം ഞങ്ങളോട് തുടർന്ന് സംസാരിച്ചു കൊണ്ടിരിക്കണമേ. ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ഞങ്ങളെ അനുദിനം നടത്തണമേ. നിത്യത്തിലേക്ക് ഞങ്ങളെ ചേർക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.